ജീവിതത്തിൽ എന്തെല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന ചോദ്യം നമ്മളിലേക്ക് വന്നാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? പലപ്പോഴും നമുക്കൊരു കൃത്യമായ ഉത്തരങ്ങൾ ലഭ്യമാവില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം എവിടെ എത്തണമെന്ന ഒരു ചോദ്യം നമ്മളിലേക്ക് എത്തിയാൽ പെട്ടെന്ന് നമുക്ക് കൃത്യമായ ഒരു ആൻസർ ലഭ്യമാവില്ല. എന്നാൽ എന്തെല്ലാം നാം ആവരുത്, നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ടായിരിക്കും. ഉദാഹരണമായി, കടമുണ്ടാവുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. മറ്റൊരാളോട് എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ സമർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിക്കാൻ നമുക്കിഷ്ടമല്ല. അങ്ങനെ പല പല തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലേ? ഒരാളെ വെയിറ്റ് ചെയ്യുക, അദ്ദേഹം വന്നാലേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മളെ ഓരോരോ പ്രവർത്തനം മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊന്നും തന്നെ നമുക്ക് ഇഷ്ടമില്ല, അല്ലേ? ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടങ്ങളില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഉദാഹരണമായി, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു നല്ലൊരു പബ്ലിക് സ്പീക്കറായി മാറുക. അതല്ലെങ്കിൽ അറിവുകൾ, നമുക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക എന്നുള്ളത്. സ്കൂൾ കാലഘട്ടത്തിലോ കോളേജ് കാലഘട്ടത്തിലോ അതിനുശേഷം വന്ന പ്രൊഫഷണൽ ലൈഫിൽ കഴിഞ്ഞ 25 വർഷത്തിലധികം ഒന്നും തന്നെ എനിക്ക് ചെയ്യുവാൻ സാധ്യമായിരുന്നില്ല. കൃത്യമായി നല്ല 2 വാക്കുകൾ പോലും സംസാരിക്കാൻ അറിയില്ലായിരുന്നു. 2020 കോവിഡ് വന്നു. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാം. ലോക്ക്ഡൗൺ ആയി. ലോകം മുഴുവൻ ലോക്ക്ഡൗണിൻ്റെ പിടിയിൽ. ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി. ഇനി അങ്ങോട്ടേക്ക് എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരങ്ങൾ നമുക്കുണ്ടായിരുന്നില്ല. നമ്മുടെ എക്സിസ്റ്റൻസിനെ പോലും ചോദ്യം ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്തേണ്ടുന്ന ആവശ്യ ഘട്ടത്തിലേക്ക് ജീവിച്ചിരുന്നാൽ പോലും ഭാഗ്യം എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ നാം എല്ലാവരും തന്നെ കടന്നുപോയി. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഓർമ്മ ഉണ്ടാകുക, എത്രയോ പേർ നമ്മളിൽ നിന്നും മരിച്ചുപോയി, അല്ലേ? നാം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. അന്നത്തെ നമ്മുടെ ആവശ്യം ഓക്സിജനും അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളുമായിരുന്നു. അതിനുശേഷം ആ സന്ദർഭത്തിലാണ് മനസ്സിലായത്, ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് നാം മുന്നോട്ടേക്ക് പോകുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ എക്സ്പീരിയൻസുകൾ കൊണ്ടും അറിവുകൾ കൊണ്ടും മുന്നോട്ടേക്ക് നീങ്ങുവാൻ സാധ്യമല്ല എന്ന് ബോധ്യമായപ്പോൾ ഒരു 4999 രൂപ നൽകിക്കൊണ്ട് ആദ്യമായി പഠനത്തിലേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വന്നു. പുതിയ കാലഘട്ടത്തിലേക്കുള്ള ടൂളുകൾ നാം പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി. അത് 4000-ൽ നിന്നും അല്ലെങ്കിൽ 5000-ലും 10,000-ലേക്കും പിന്നീട് ലക്ഷങ്ങളിലേക്കും വളർന്നു. മുൻകാലങ്ങളിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കാഷിൽ നിന്നും ഉള്ള എന്നിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ആ ഒരു 5000 രൂപ. പിന്നീട് 10,000-ങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും വന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിലെ പ്രയോറിറ്റികളിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ തുടങ്ങി. പഠനത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്തപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാം വേണ്ട എന്ന കാര്യത്തിലേക്ക് നാം തീരുമാനമെടുത്തപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന രീതിയിൽ അതിൻ്റെ മറുഭാഗത്ത് പണവും സമ്പാദ്യങ്ങളും വന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും നാം ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് നമുക്കിതെല്ലാം തന്നെ സാധ്യമാവുക? ഈ പ്രായത്തിൽ നാം പഠിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് ഉത്തരങ്ങൾ ഉണ്ടാവാറില്ല. എന്തിനാണ് അത് എന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്, അല്ലേ? എന്നാൽ നിങ്ങളിലുള്ള ക്യാഷ്
നിങ്ങളിൽ തന്നെ ഒരല്പം ഇൻവെസ്റ്റ് ചെയ്യുവാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ 10 ഇരട്ടിയിലധികം ക്യാഷ് നമ്മളിലേക്ക് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത നിലവാരത്തിൽ, നമ്മുടെ അറിവിൻ്റെ നിലവാരത്തിൽ, നമ്മുടെ പ്രൊഫഷണൽ, നമ്മുടെ ഫാമിലിയിൽ, കാരണം പണത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും. പണം കൊണ്ട് എല്ലാം തന്നെ നമുക്ക് ചെയ്തു തീർക്കുവാൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പണത്തിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. സമാധാനമാണെങ്കിലും ശരി, സന്തോഷങ്ങളാണെങ്കിലും ശരി, എന്നിലേക്ക് വരുന്ന പല കാര്യങ്ങളിലും എനിക്ക് പോസിറ്റീവായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യമാകുന്നത് എൻ്റെ പക്കലുള്ള പണം കൊണ്ട് മാത്രമാണ്, അല്ലേ? കാരുണ്യപരമായ ഒരുപാട് കാര്യങ്ങളിൽ യൂസുഫ് ഭായിക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യമാകും? പല വിഷയത്തിലും വളരെ കൃത്യതയോടുകൂടി, വളരെ നമുക്കൊരിക്കലും തന്നെ ചിന്തിക്കുവാൻ പറ്റാത്ത തലങ്ങളിലേക്കുള്ള എമൗണ്ടുകൾ പോലും അദ്ദേഹത്തിന് സ്പോൺസർ ചെയ്യുവാൻ സാധ്യമാകുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ പക്കലുള്ള പണം കൊണ്ട് മാത്രം, അല്ലേ? ആ പണം ഇല്ലായിരുന്നുവെങ്കിൽ, അത്തരത്തിലുള്ളൊരു പണത്തിൻ്റെ ഷോർട്ടേജ് അല്ലേ നമുക്ക് സംഭവിച്ചത്? നമ്മുടെ മക്കൾ